സ്ഥലമില്ല. അന്യമതത്തുള്ളവരെ കേറ്റാനും പറ്റൂല. നാട് മുടിയാ നിൽക്കുമ്പോഴാണ് എന്റെയൊക്കെ മതം പറിച്ചത്. നിന്നെ ഇവിടെ ആരും വിലക്കിട്ടില്ലല്ലേ? ഇത് ജമാഅത്തിന്റെ തീരുമാനം. ഒന്നും എൻ്റെ തീരുമാനമല്ല സുലൈമാനെ. ജമാഅത്തുകാർ രാഷ്ട്രീയക്കാരുടെ കയ്യിലാണ്. മനുഷ്യത്വം ജയിക്കണം, അതേ ജയിക്കാവൂ. മുറ്റത്തൊന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മൂസാക്ക എടുക്കാൻ പോകുന്ന തീർപ്പ് എന്തിരുന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ എടുക്കാൻ പോണേ. മൂസാക്ക ഉള്ളിടത്തോളം അങ്ങേരുടെ മുകളിലല്ല ഇവിടുത്തെ ആരുടെയും തീരുമാനം. വീടില്ലാത്തവർക്ക് പള്ളിയൊന്നും അഭയം കൊടുത്തിട്ടേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെ വന്നവനാ. അത് ഇന്നേ അവരാരും മതം നോക്കിയിട്ടില്ല. ഇനി പള്ളിയുടെ പേരും പറഞ്ഞു നീ ഒന്ന് ഇവിടെ ആളെ തമ്മിൽ തെറ്റിക്കണ്ട. നീ വണ്ടി മുന്നോട്ട് എടുക്ക. ഏവൻ തുറക്കും. എന്റെ കുടുംബം നോക്കിയാ എനിക്കറിയാടാ. നീ തുറക്കാറ കണ്ടി പൊടിയിടുന്ന പോലെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നോക്കിക്കോ, ഇവൻ നിങ്ങളെ ചതിക്കും. ഇവൻ ചതിച്ചിരിക്കും. അടി എന്നെ ഇങ്ങനെ നിൽക്കണ കാണാൻ പ്രയാസം ഉണ്ടോ ഇവിടെ? ഉപദ്രവശം മതിയായില്ലടാ. ഇത്തോറലിൽ നിന്ന് എന്തിനാ ബാക്കിയുള്ളത്? അന്ന് ഞാൻ അരിക്ക് വേണ്ടി നിൽക്കാൻ പാടില്ലായിരുന്നു. അവനവൻ്റെ കാര്യം മാത്രമായിരുന്നു. ഇപ്പോഴെങ്കിലും എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. ജമാഅത്തിൻ്റെ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് എതിരാവും. അങ്ങനെ നടക്കാൻ പാടില്ല. ഇൻസ്പെക്ഷൻ കഴിയുന്നവരെ ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടാവും. നീ അങ്ങോട്ടേക്കൊന്ന് വാ. നിങ്ങളിനി മാത്രം ആലോചിക്കാതിരിക്കണം. ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ MLA എന്നല്ല ആള്. പൊളിഞ്ഞു കിടക്കണ വീട് തിരിച്ച് പണിയണ്ടേ? എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കണ്ടേ? എവിടെ പൂനെ കാണാൻ വന്നോട്ടെ. മതി അന്നേ. നീ എവിടെ ഇരിക്കും? എടാ ഉള്ള പറഞ്ഞാൽ നീ നമ്പൂല്ല. പോലീസ് ഇതുപോലെ എന്തെങ്കിലും വരാൻ കാത്തിരിക്കുമായിരുന്നു റംസാപ്പിളിക്ക് അകത്തോട്ടൊന്ന് കയറാൻ. അപ്പോഴും നഷ്ടം ഇടവത്തോർക്കാർക്കാടാ. ഹൈവേക്കൊപ്പം സാങ്ഷൻ ആയതാണ് തീരത്തേക്കുള്ള മതിൽ. രണ്ടാൾ പൊക്കത്തിൽ പണിയേണ്ടതാണ്. അതുണ്ടായിരുന്നെങ്കിൽ ദുരന്തം പകുതി കുറഞ്ഞാലേ. അതും അലി മുടക്കി. കാരണം മതിലില്ലെങ്കിൽ റംസാപ്പള്ളിക്കാർക്ക് കുഴപ്പമില്ലല്ലോ. തീരം ചേർന്ന് നടക്കണം നിങ്ങളുടെ സ്ഥലമല്ലേ.
ദുരിതാശ്വാസം എന്ന് പറഞ്ഞ് ഇനി ഇങ്ങോട്ടേക്ക് ഫണ്ട് ഒഴുകാൻ പോവാണ്. കണക്കെടുക്കാൻ എനിക്ക് ഓഫീസർമാരെ അകത്തോട്ട് കയറണം. അവരെ സുലൈമാൻ തടയും, പറഞ്ഞ കാശ് പോകാൻ മുക്കും. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ജമാഅത്താർക്ക് ഉറൂസും നടത്തണം. ഞങ്ങളെ വെള്ളത്തിലാക്കിയിട്ട് ഒരു ഉറൂസും നടത്തൂല. നടത്തരുത്. തുറക്കാർ ഇത്രയും വേദന അനുഭവിക്കുമ്പോൾ ഉറൂസ് നടത്തണം ശരിയാണ്ടാ? അതിനെനിക്ക് പോലീസിനെ അകത്തേക്ക് കയറണം. നീ നിന്റെ ആൾക്കാരും കൂടെ നിൽക്കണം. അന്നത്തെ സർക്കാർ വീണ്ടും അൻവർ സാറിനെ കളക്ടറായി നിയമിച്ചിരുന്നു. നമ്മുടെ തുറ നന്നായിട്ട് അറിയാവുന്ന അങ്ങേർക്ക് അതൊരവസരമായിരുന്നു. വിശദീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വിശദീകരിച്ചത് അങ്ങനെയാണ്. അള്ളാഹുവിനെ ഞങ്ങൾ കണ്ടു എന്ന് സ്വഹാബത്ത്. ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ അധികം ഫോഴ്സിന് അങ്ങോട്ട് അയക്കാൻ പറ്റത്തില്ല. എന്തിനെങ്കിലും പേരിൽ ഒരു പരാതി അവിടെ നിന്ന് ലഭിക്കണം. റമദാപ്പള്ളിയിൽ എന്തിൻ്റെങ്കിലും പേരിൽ നിനക്കൊരു വാക്ക് തർക്കമുണ്ടാക്കാൻ പറ്റിയ അതിൻ്റെ പേരിൽ എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. എടാ നീയും തുടങ്ങി തന്നാൽ മതി. ബാക്കി സാറിന് വേണ്ട രീതി അവിടുത്തെ കൂടി ഞാൻ നടത്തി തരും. സാർ പിടിച്ച അമരനെ വെച്ചേക്കൂല. എടാ നിന്നോട് ഞാനല്ലേ പറയുന്നേ, ഉറൂസിന് നോമ്പെടുത്തവരാരും നിന്നെ തൊടൂല. ഉറൂസല്ലേ, അതുകൊണ്ട് തന്നെ പൈസ വേണം. ആന്തരിക ഷാനവാസം നമുക്ക് മാത്രം പോയില്ലേ, ഇവർക്കൊന്നുമില്ലേ? ഉറൂസിന് പുറത്തുനിന്ന് വരുന്നവരുടെ നിന്ന് കാശ് വാങ്ങത്തില്ലല്ലോ. എന്നാൽ ഞങ്ങളും പുറത്തു വന്നു. അല്ല, നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ, ഉറൂസായോണ്ടാ. ഞങ്ങളുടെ ആളുകൾ സുനാമി വന്ന് പട്ടിണിയർന്ന് ചാവാൻ കിടക്കുമ്പോ നിന്റെ ഉറൂസ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൂല. നീ കാശിൽ നാളെ കൊണ്ടുതന്നെ പിന്നെ നിന്റെ ആ ഉദാര്യം എനിക്ക് വേണ്ട. ഇവിടെ ഒരു കാരണവശാലും ഉറൂസ് തർക്കിക്കണ്ട. നല്ല ദിവസമാണ്, തർക്കിക്കണ്ട. ചെറിയൊരു വഴക്കുണ്ടാക്കാൻ പോയ അപ്പൻ അറിഞ്ഞില്ലടാ തുടങ്ങാൻ പോണത് വലിയ ലഹളയാണെന്ന്. നമ്മുടെ തുറക്കാർ സംയമനം പാലിക്കണം. പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസ് വരുന്നതുവരെ ആരും ഒരു ബഹളത്തിനും പോകരുത്. അടുക്കള പാത്രം കഴിക്കൊണ്ടിരിക്കരുത്. ഡേവിഡാണ് അലിക്ക ഒരു ചെറുത സമ്മതിക്കില്ലെന്ന് വെല്ലുവിളിച്ചിട്ടാ അന്ന് അതിന്റെ വലിയ ചെയ്തിട്ട് പോയ. രാവിലെ 8 മണിക്ക് KSRTC പള്ളിയിലേക്ക് സ്പെഷ്യൽ സർവീസ് നടത്തും. അതും ആൾക്കാരെ കൂട്ടി നീ തടയണം.
ഇവിടെ നിർത്തണ്ട, പുറകിലേക്ക് എടുത്തോ. സർ. കുഞ്ഞിനെ നോക്കി കൊള്ളാം, അവിടെ നിന്ന് മാറിയേക്കരുത്. ശരി സാറേ, ഞാനിവിടെ ഇരുന്നോളാം. കേരള പോലീസ് മാനുവൽ 1970 പ്രിവെൻഷൻ ഓഫ് റൈറ്റ് കൺട്രോൾ. അതിലെന്താണോ എഴുതി വെച്ചിരിക്കുന്നത്? അക്രമാസക്തമായ ജനക്കൂട്ടം പിരിഞ്ഞു പോകാതായാൽ ആദ്യം ലാത്തി ചാർജ്, പിന്നെ വാർണിംഗ് ഷോട്ട്, അതിലും കൺട്രോൾ ആയില്ലെങ്കിൽ വാട്ടർ ക്യാനും ടിയർ ഗ്യാസും. അതുകൂടി കഴിഞ്ഞ പിന്നെ എന്താണോ? കൺട്രോൾഡ് ഫയറിംഗ് വിത്ത് റബ്ബർ ബുള്ളറ്റ്സ്. ശരിയല്ലേ? ശരിയല്ലെന്ന് ഞാൻ ഒപ്പിട്ട ഓർഡറിൽ ഒരു റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല. താനോ ഒത്തെടുക്കും, മനസ്സിലായോ? സാറ് കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്യും. SP DGP എല്ലാം പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പെട്ട എല്ലാണോ പെടും. സർ. ആ ഇടത്തുറന്ന് അറസ്റ്റ് ചെയ്ത പീറ്ററിനെ ഡേവിഡിനെ നിങ്ങൾ വിളിച്ചേ. യെസ് സർ. എടുക്കണ വണ്ടി. നിങ്ങളൊന്ന് പുറത്തോട്ട് നിന്നോ. നീയൊക്കെ എന്ത് കോപ്പാടാ കാണിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെയൊക്കെ വീട്ടിൽ തോക്കുണ്ടോ? സാറേ, ഞങ്ങളുടെ കയ്യിൽ എങ്ങനെയാ സാറേ തോക്ക്? പിന്നെ എങ്ങനെയാണ് തോന്നപ്പോൾ ഇന്ന് കൗണ്ടർ ഫയറിംഗ് ഉണ്ടാവുന്നത്? ഞങ്ങളുടെ ഭാഗത്ത് നല്ല സാറേ, സുലൈമാന്റെ ആൾക്കാരുടെ അടുത്തുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? എടാ, നീ കണ്ടിട്ടുണ്ടോന്നോ? ഒരു തവണ ഞങ്ങൾക്ക് വന്ന ലോഡിൽ തോക്കുണ്ടായിരുന്നു സാറേ. എവിടുന്ന് വന്നത്? എത്ര എണ്ണം? മുഴുവൻ പുറത്തുനിന്ന് വന്ന യന്ത്ര തൂക്കുകളായിരുന്നു സാറേ. അത് ആരും കാണാതിരിക്കാൻ ഞാനിവിടെ നിന്നാ കുഴിച്ചിട്ടത്. നശിപ്പിച്ചല്ലോടോ. ഇവിടെ ഇറക്കി വിട്ടേക്കടോ. മറ്റോമാരുടെ കൈ കൊണ്ട് എങ്ങനെ ചത്ത നിന്റെയൊക്കെ വീട്ടുകാരെ സഹായം ചോദിച്ചിങ്ങോട്ട് വന്നേക്കരുത്. പോലീസ് ഒരു തരത്തിലും വീഴ്ച വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. തോക്കുകൾ കൈവശം വെച്ചതിന്റെ സാക്ഷിമൊഴികളും തെളിവുകളും കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അറസ്റ്റ് ഉണ്ടാവും. ഞങ്ങളിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഓ, അവൻ്റെ കൂടെ ഉണ്ട്. എവിടെ? പള്ളിയിലാ? റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓ, വരാം.